ഹായ് ഗൈസ്, സുമതി വളവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും. ചെറിയൊരു ഹൊറർ ടച്ചും ബാക്കി കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് സുമതി വളവ്. അപ്പൊ അതിന്റെ ഒരു സിനിമ റിലീസ് ആവുന്നുണ്ട്. ആ സിനിമ കാണാനാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്ന സിനിമ കാണാനായിരുന്നു. കാരണം അതിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ വിഷ്ണു ശശിശങ്കർ ആയിരുന്നു നമ്മുടെ മാളികപ്പുറമൊക്കെ ഡയറക്ട് ചെയ്തത്. മാളികപ്പുറമൊക്കെ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു. അതിന്റെ ഡിവോഷൻ സൈഡ് ആയാലും എടുത്തിരിക്കുന്ന രീതി ആയാലും അതിന്റെ സോങ്സ് ആയാലും ബാക്കി എല്ലാ കാര്യം കൊണ്ടും നല്ലൊരു ഭക്തിപടം എന്ന് പറയാൻ പറ്റില്ല, നല്ലൊരു സിനിമയുടെ എനിക്ക് തോന്നിയ സിനിമയായിരുന്നു മാളികപ്പുറം. അതിന്റെ എല്ലാ സീൻസും എല്ലാ ഭാഗങ്ങളും നന്നായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ സ്ക്രിപ്റ്റ് ചെയ്തത് അഭിലാഷ് പിള്ളി ആയിരുന്നു മാളികപ്പുറം. ഈ പടത്തിന്റെയും സ്ക്രിപ്റ്റ് അഭിലാഷ് പിള്ളിയാണ്. ഇവർ രണ്ടാളുടെയും മാളികപ്പുറത്തിന് ശേഷമുള്ള ഒരു പടമായതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം പ്രതീക്ഷ ഒരു പടമായിരുന്നു. അർജുൻ അശോകൻ, ബാലു വർഗീസ്, പിന്നെ ഗോപിക, സിദ്ധാർത്ഥ് ഭരതൻ, അങ്ങനെ കുറച്ച് പേരൊക്കെയാണ് സിനിമയിൽ മെയിൻ ആയിട്ടുള്ളത്. പിന്നെ ഗോകുൽ സുരേഷ് ഉണ്ട്. അപ്പോൾ പക്ഷെ അതിന്റെ പോസ്റ്ററൊക്കെ ഇറങ്ങിയപ്പോൾ എനിക്ക് വലിയൊരു താല്പര്യം തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഒന്ന് രണ്ട് പോസ്റ്റർ ഇറങ്ങിയപ്പോൾ, കാരണം നമ്മളൊരു ഹൊറർ ടച്ചാണ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. പോസ്റ്ററിലൊക്കെ പക്ഷെ ഒരു കോമഡി, ഒരു ഫൺ രീതിയായിരുന്നു. അപ്പൊ അത് കണ്ടപ്പോൾ ചിലപ്പോൾ ഒരു ഫൺ കോമഡി ആ ഒരു രീതിയിലാണെന്ന് അറിയില്ല. പക്ഷെ എനിക്ക് അങ്ങോട്ട് കണ്ടപ്പോൾ വലിയ താല്പര്യമില്ല. അത് കഴിഞ്ഞിട്ട് സോങ്സ് ഒരു 3 സോങ് ഇറങ്ങി തോന്നുന്നു. ആദ്യത്തെ സോങ് ആയാലും രണ്ടാമത്തെ സോങ് ആയാലും അത്ര പ്രതീക്ഷിച്ച ഒരു ഇമ്പാക്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മുടെ മൈൻഡിലുള്ള ആ പടത്തിനെ കുറിച്ച് കുറച്ച് ഹൊറർ കൂടിയുള്ള ഒരു പടമായിട്ടാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു രീതിയിലാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ പാട്ടോ അത് കഴിഞ്ഞിട്ട് വന്ന ടീസർ ആയാലും പോസ്റ്റർ ആയാലും അത്രത്തോളം അങ്ങോട്ട് വലിയ എഫക്ട് കിട്ടിയില്ല. അപ്പൊ ഇന്ന് ആ പടത്തിന്റെ ട്രെയിലർ എനിക്കാണ്. അപ്പൊ സ്റ്റാർട്ടിങ് ഭയങ്കര പ്രതീക്ഷയായിട്ട് ഇപ്പൊ അത് അത്രയ്ക്ക് പ്രതീക്ഷയില്ല. എന്നാലും കാണണമെന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പൊ നമുക്ക് ട്രെയിലർ ഇറങ്ങിയിട്ട് ട്രെയിലർ ഒന്ന് കണ്ടു നോക്കിയിട്ട് ബാക്കി പറയാം. വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോ നേരെ ഒരു മരം ഒന്ന് ഒറ്റ വീഴ്ചാട്ടി. എല്ലാവർക്കും പുറത്തിറങ്ങാൻ പേടി. ഞാൻ പിന്നൊന്നും നോക്കാൻ പോയില്ല, ഞാൻ പുറത്തിറങ്ങി. എനിക്കെന്ത് സുമതി, ഞാനിങ്ങനെ നടന്നു പോകുമ്പോ ദേ മുമ്പിൽ നിൽക്കണ സുമതി. സുമതിയെ കണ്ടാന്നാ ഇങ്ങനെ ഇത്ര അടുത്ത് മുഖാമുഖം. നീ അവളോട്ടും പ്രേമത്തിലായിരുന്നു. എടാ, പഴയ കാമുകിയുടെ കല്യാണത്തിന് പോയി സദ്യ വിളമ്പുന്നതാണ് ഹീറോയിസം. ആശാന ചരട് ജപിച്ച് കിട്ടിത്തത്ത പിന്നെ എന്റെ പേടിയൊക്കെ മാറി. എങ്കിലും ഒറ്റയ്ക്ക് രാത്രി സുമതി വളർന്ന് കിടക്കാൻ പറ്റും. ഈ സുമതിയോളെ കഴിഞ്ഞാ പിന്നെ ഈ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നകുമാരാ. പട്ടാളം അറിയണ്ട. എന്താ യുദ്ധമൊന്നുമില്ലേ? നിനക്ക് യുദ്ധം വേണം സാറേ? ഞങ്ങളെ നാടൊക്കെ ഇഷ്ടായ? പിന്നെ കൊള്ളാടോ. എനിക്ക് നാട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ യക്ഷിക്കഥയാണ്. ഇതൊക്കെ ഉള്ളതാണോ? ആയില്യങ്കാരനൊന്ന് സൂക്ഷിച്ചു. ചില നിയോഗങ്ങൾ നിന്നെ തേടി വരും. ഭയക്കരുത്. അപ്പൊ ഓഗസ്റ്റ് 1 സുമതി വളവ് റിലീസ്. എനിക്ക് ട്രെയിലർ എന്തായാലും ഇഷ്ടമായിട്ടാ. ഞാൻ കാരണം ടീസർ കണ്ടപ്പോഴും ബാക്കി ആ സോങ് കണ്ടപ്പോഴും എനിക്ക് വലിയ പ്രതീക്ഷ ഇല്ലെങ്കിലും ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ട്രെയിലർ നന്നായിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഗൂഗിൾ സുരേഷിന്റെ ഒക്കെ 1-2 സിനിമ കാണിച്ചുള്ളൂ. പക്ഷെ ആളൊക്കെ നല്ല രസമായിട്ട് തോന്നുന്നു. ഒരു കഥ പറയട്ടെ. എന്താണെന്ന് ഫസ്റ്റ് അർജുൻ അശോകന് സുമതിന്റെ പേടി ഉണ്ടാവില്ലേ? സുമതിന്റെ പേടില്ല എന്ന് എല്ലാവരോടും പറഞ്ഞിട്ട് പിന്നെ സുമതിനെ കണ്ട് അർജുൻ അശോകന് ഒരു വിശ്വാസം. അർജുൻ അശോകന്റെ ഏതോ സാറാണ്. ആളുടെ പേരെന്താ? പോലീസുകാരനാ. അപ്പൊ പോലീസുകാരൻ വരുമ്പോ അയാൾക്ക് ഒട്ടും വിശ്വാസം ഉണ്ടാവില്ല ഇങ്ങനത്തെ ഇതില്. പിന്നെ ബാലുവിന്റെ ഹീറോയിൻ ആയിരിക്കും ചിലപ്പോ ഗോപിക വരെ ചലഞ്ചൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ ഒരു ഇത് അതിൽ വരാൻ ചാൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു ഇവൻ ഈ പറഞ്ഞ പോലെ ഈ പിള്ളേരുടെ അടുത്തൊക്കെ സുമതിയോളം കുറച്ചെങ്കിൽ പൊങ്ങച്ച നടക്കുന്ന സുമതിയോളം ഇങ്ങനെ പോയിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ് നടന്നിട്ട് ഈ പറഞ്ഞ പോലെ ഒരു മുത്തപ്പന്റെ അങ്ങനെ ഒരു ദൈവത്തിന്റെ സാന്നിധ്യം വന്നിട്ട് ഇവനോട് ഇങ്ങനെ പറയും,
നിനക്ക് ഒരുപാട് നിയോഗങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ പിന്നീട് ഇവന്റെ രീതിയിലായിരിക്കും ഈ സുമതിയുടെ കാര്യങ്ങൾ വരുന്നതും പിന്നെ ഈ സുമതിനെ എന്തെങ്കിലും തളയ്ക്കാൻ അല്ലെങ്കിൽ അവിടുത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നത് ഇവന്റെ രീതിയിൽ പോയിട്ടായിരിക്കും അത്. അതിനിടയിലാണ് സുരേഷ് സൈജു ഗ്രൂപ്പും പോലീസിന്റെ ഇതിൽ വന്നിട്ട് ചിലപ്പോൾ നെഗറ്റീവ് റോൾ അങ്ങനെ അത് ഗൂഗിൾ സുരേഷ് ചാൻസ് ഇല്ല. ചിലപ്പോ പണ്ടത്തെ എന്തെങ്കിലും ഫ്ലാഷ് ബാക്ക് സ്റ്റോറി ചിലപ്പോ ഗൂഗിൾ സുരേഷിന് എന്തെങ്കിലും പങ്കിട്ട സംഭവം നമുക്കറിയില്ല. സുരേഷ് അങ്ങനത്തെ ഒരു മോശമായി ഉണ്ട് കാണുമ്പോൾ. അപ്പൊ പിന്നെ അതേപോലെ 1-2 സീൻസ് ഒക്കെ നല്ല രസമാണ്. പിന്നെ ഹൊറർ സീൻസ് ഒക്കെ വന്നാലും നല്ല രസമുണ്ടായിരുന്നു. നല്ല അതേപോലെ BGM ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. ഒരു പണ്ടത്തെ ഒരു മുത്തച്ഛേത കേൾക്കണ പോലത്തെ അതിനനുസരിച്ചുള്ള ഒരു BGM ഒക്കെ രസമുണ്ടായിരുന്നു. ട്രെയിലർ മറ്റേ ടീസറിനും സോങ്ങിനും ബാക്കി കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ട്രെയിലർ നന്നായി ഉണ്ടായിരുന്നു. പടം അപ്പൊ എന്തായാലും നന്നാവുന്നത് പ്രതീക്ഷിക്കാം. ഗോപികയാണ് കൂടുതലല്ലേ ഗോപിക്ക് ചിലപ്പോൾ ഉണ്ടാവില്ല. മറ്റേ ട്രെയിലറിലും അത് ഗോപിക ഒന്നും ഇല്ല. ആകെ 1-2 സീൻ അങ്ങോട്ട് വന്ന് പോണല്ലോ. പക്ഷെ പടം നല്ല പടം ആവട്ടെ എന്ന് ഉണ്ട്. അവിടെ ഇവിടെ കണ്ടിട്ടു. അപ്പൊ എന്തായാലും നല്ല പടം ആവട്ടെ. അപ്പൊ നിങ്ങളുടെ പ്രതീക്ഷ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കമന്റ് ചെയ്തോളാം. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ കാണാം.